മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. മാർക്കണ്ഡേയ മുനിയോട് യുധിഷ്ഠിരൻ ചോദിച്ചു, അല്ലയോ മഹാമുനെ, പതിവ്രതാ ധർമ്മവും പാതിവ്രത്യത്തിന്റെ മഹത്വവും അറിയാൻ ആഗ്രഹമുണ്ട്. തുടർന്ന് പാതിവ്രത്യത്തിന്റെ മഹത്വം ഉൾക്കൊള്ളുന്ന ഒരു കഥ യുധിഷ്ഠിരനോട് മാർക്കണ്ഡേയ മുനി പറയുകയാണ്. പണ്ട് വേദങ്ങൾ, വേദാംഗങ്ങൾ, ഉപനിഷത്തുകൾ എന്നിവയെല്ലാം ഹൃദിസ്ഥമാക്കിയ കൗശികൻ എന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു മരച്ചുവട്ടിലിരുന്ന് വേദങ്ങൾ ചൊല്ലുന്ന കൗശികന്റെ തലയിൽ ഒരു കൊക്ക് കാഷ്ടിച്ചു. ദേഷ്യം വന്ന കൗശികൻ മുകളിലേക്ക് നോക്കിയപ്പോൾ കൊക്കിനെ കണ്ടു. ആ നോട്ടത്തിൽ കൊക്ക് ഭസ്മമായി പോയി. ഇതിൽ പശ്ചാത്താപം തോന്നി കൗശികന്. സജ്ജനങ്ങളായ ഗൃഹസ്ഥരുടെ വീടുകൾ നോക്കി ഭിക്ഷയാചിക്കുകയായിരുന്നു കൗശികന്റെ പണി. പതിവ് പോലെ കൗശികൻ ഒരു സ്ത്രീയുടെ വീട്ടിലെത്തി. എന്തെങ്കിലും തരണമെന്ന് യാചിച്ചു. അപ്പോൾ സ്ത്രീ പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരാം, കുറച്ചു നേരം അവിടെ നിൽക്കൂ. കൗശികനോട് അങ്ങനെ പറഞ്ഞിട്ട് സ്ത്രീ ഉള്ളിലേക്ക് പോയി. ഇവിടെ നിൽക്കൂ, ഞാനിപ്പോൾ എടുത്തുകൊണ്ടുവരാമെന്ന് പറഞ്ഞാണ് പോയത്. അപ്പോഴാണ് ആ സ്ത്രീയുടെ ഭർത്താവ് അവിടേക്ക് കയറി വന്നത്. ഉടനെ തന്നെ സ്ത്രീ ഭർത്താവിന് കൈയും കാലൊക്കെ കഴുകാൻ വെള്ളം എടുത്തു കൊടുത്തു. അതിനുശേഷം ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. കൗശികൻ കുറേ നേരം അവിടെ അങ്ങനെ ഇതെല്ലാം കണ്ട് നിന്നു. ഭിക്ഷയ്ക്കായി കാത്തു നിൽക്കുന്ന ബ്രാഹ്മണനെ ഓർക്കാതെ അവർ അവരുടെ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. തുടർന്ന് സ്വാദോടുകൂടിയുള്ള ഭക്ഷണം ഭർത്താവിന് വിളമ്പി. അപ്പോഴാണ് ബ്രാഹ്മണനെ കുറിച്ച് ഓർമ്മ വന്നത്. ഉടനെ വേഗം കൗശികന്റെ അടുത്തേക്ക് ആ സ്ത്രീ വന്നു, അല്പം സങ്കോചത്തോടുകൂടി. അപ്പോൾ കൗശികൻ പറഞ്ഞു, നല്ല ദേഷ്യത്തോടുകൂടി തന്നെ പറഞ്ഞു, എന്തിനാണ് എന്നെ നിൽക്കാൻ പറഞ്ഞത്? നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പറയാമായിരുന്നില്ലേ? ഞാൻ ഇവിടുന്ന് പോകുമായിരുന്നു. അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, സ്വാമി, അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം. ഏതൊരു സ്ത്രീക്കും അവരുടെ ഭർത്താവാണ് ദൈവം. വിശന്നു വലഞ്ഞു വരുന്ന ഭർത്താവിന് ചോറ് കൊടുക്കുന്നതാണ് ഒരു പതിവ്രതയുടെ ധർമ്മം. ഭർത്താവാണ് വലുത് എന്ന് ആ സ്ത്രീ പറഞ്ഞപ്പോൾ കൗശികൻ കോപം കൊണ്ട് വിറച്ച് ഇങ്ങനെ പറഞ്ഞു, എന്താ പറഞ്ഞത്? ബ്രാഹ്മണനല്ല, ഭർത്താവാണ് വലുതെന്നോ? ഇന്ദ്രൻ പോലും ബ്രാഹ്മണന്റെ മുന്നിൽ തലകുനിച്ചു നിൽക്കുന്നു. നിങ്ങൾക്ക് ബ്രാഹ്മണന്റെ മഹത്വം അറിഞ്ഞുകൂടെ? അഗ്നിയെ പോലെ തേജസ്സുള്ള ബ്രാഹ്മണന് ഈ ഭൂമിയെ പോലും ഭസ്മമാക്കാൻ കഴിയും. അപ്പോൾ സ്ത്രീ പറഞ്ഞു, താപസ, നിങ്ങൾ കോപിക്കേണ്ട. നിങ്ങൾ മൂലം ഭസ്മമായി തീർന്ന കൊക്കിന്റെ കഥ എനിക്കറിയാം. ഞാനൊരിക്കലും ബ്രാഹ്മണനെ അപമാനിച്ചിട്ടില്ല. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ ക്ഷമ ചോദിക്കുകയും ചെയ്തു. ബ്രാഹ്മണന്റെ ധർമ്മവും മഹത്വവും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ആ സ്ത്രീ ഇങ്ങനെ കൗശികനോട് പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ, ഈ കോപം നല്ലതിനല്ല. ഈ കോപത്തെ നിങ്ങൾ എടുത്തു കളയുക തന്നെ വേണം. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവായ കോപത്തെ കൊണ്ടു നടക്കുന്ന അങ്ങ് ബ്രാഹ്മണന്റെ മഹത്വത്തെക്കുറിച്ച് എന്നോട് പറയണ്ട, ഞാനത് പറഞ്ഞു തരാം. ക്രോധമോഹങ്ങളെ ജയിക്കുകയും സത്യനിഷ്ഠ പാലിക്കുകയും ഗുരുശുശ്രൂഷ നടത്തുകയും ശത്രുവിനോട് പോലും ക്ഷമിക്കുകയും ഇന്ദ്രിയങ്ങളെ അടക്കി കാമനകളെ ജയിക്കുകയും ചെയ്യുന്നവനാണ് ബ്രാഹ്മണൻ. സ്വാധ്യായം, ധമം, ആർജവം, സത്യഭാഷണം ഇവയാണ് ശ്രേഷ്ഠമായ ധർമ്മങ്ങൾ. ധർമ്മത്തിന്റെ തത്വം ദുർഗ്രഹമാണെങ്കിലും സത്യത്തിലാണ് ധർമ്മത്തിന്റെ സ്ഥിതി. അധ്യയനം കൊണ്ട് മാത്രം ശരിയായ ധർമ്മബോധം ഉണ്ടാകുമെന്ന് സമ്മതിക്കാൻ ആവില്ല. അങ്ങയ്ക്ക് ധർമ്മതത്വം ശരിയായി ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. ബ്രാഹ്മണ, പരമമായ ധർമ്മം എന്തെന്ന് അറിയാൻ അങ്ങയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മിഥിലാപുരിയിലെ ധർമ്മവ്യാധനോട് പോയി ചോദിക്കൂ. തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ കൗശികൻ സ്ത്രീയോട് ഇങ്ങനെ പറഞ്ഞു, ദേവി, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. എനിക്ക് വളരെ സന്തോഷമായി. എൻ്റെ ക്രോധം അകന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നന്മയുണ്ടാകും. ഞാനിനി മിഥിലയിൽ പോയി ധർമ്മവ്യാധനെ കാണും. ആരാണ് ധർമ്മവ്യാധൻ? കൗശിക മുനി അവിടെ പോയി എന്തൊക്കെയാണ് പിന്നീട് സംഭവിച്ചത് എന്നീ കാര്യങ്ങളുമായി അടുത്ത ഭാഗത്ത് കാണാം. മഹാഭാരത കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.